സമൂസ ഷീറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയ ലസാനി ട്രൈ ചെയ്താലോ. ചൂടായ എണ്ണയിലേക്ക് 2 ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞ് നല്ല സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നതിന്റെ നിറം മാറി വന്നതിന് ശേഷം നമ്മൾ ബോൺലെസ് ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് മിൻസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കീമ വാങ്ങാൻ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഉള്ളിയും ഈ മിൻസ്ഡ് ചിക്കനും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സെക്കൻഡ് കൊണ്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. ആ കളർ മാറിയ ചിക്കനിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുങ്ങനെ അരിഞ്ഞ് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ചിക്കൻ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതൊന്ന് ആ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ വേവും. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് വെള്ളത്തിൽ അലിയിച്ചിട്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു മാഗി ക്യൂബ് അലിയിച്ചിട്ട് നമ്മൾ ഇതിൽ ചേർക്കും. കാരണം ഒന്നെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലെ മാഗി ക്യൂബ് നമുക്ക് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ചിക്കൻ കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാഗി ക്യൂബിന്റെ വാട്ടറും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും ഇതേപോലെ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് ബാക്കി ചിക്കൻ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വറ്റി വരേണ്ട ആവശ്യമില്ല. കുറച്ച് ഇങ്ങനെ ഒരു ലിക്വിഡി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ലസാനിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ടതിന് ശേഷം, ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ or 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് പാൽ ആഡ് ചെയ്യാൻ പറ്റൂ. ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് പാല് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്യുന്നത് പാല് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പാല് കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി, അതായത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം കുറുകി വരണ്ട. കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുമ്പോൾ പിന്നെയും വൈറ്റ് സോസ് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലോണം കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം. ലസാനിയക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്ങും അതേപോലെ തന്നെ വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സമൂസ ഷീറ്റിലാണ് നമ്മൾ ലസാനിയ ഉണ്ടാക്കാൻ പോകുന്നത്. ലസാനിയ ഷീറ്റിലല്ല, സമൂസ ഷീറ്റിൽ. അതുപോലെ തന്നെ നമ്മൾ അവൻ യൂസ് ചെയ്തിട്ടല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നോർമലി ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രീസ് ചെയ്ത പാനിലേക്ക് നമ്മൾ ലസാനിയ ലെയറിങ് ചെയ്യാണ്. നമ്മൾ ഓരോ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്ത് നമ്മൾ ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം. ഒരു 3 സമൂസ ഷീറ്റ് വെക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ മസാല ഫില്ലിംഗ്, അതായത് ചിക്കൻ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വൈറ്റ് സോസ്, നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസും കൂടി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ള ചീസ്, നമ്മുടെ കയ്യിൽ ഏത് ചീസാണുള്ളത്, ഷ്രെഡഡ് ചീസ് ആയാലും സ്ലൈസ് ചീസ് ആയാലും നമ്മുടെ കയ്യിലുള്ള ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. സമൂസ ഷീറ്റ് വെച്ചതിന് ശേഷം ചിക്കൻ സ്റ്റഫ് വെക്കുക. അതേപോലെ തന്നെ വൈറ്റ് സോസ് ഒഴിച്ച് ചീസും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെയും സമൂസ ഷീറ്റ് വെക്കാം. ലാസ്റ്റ് ലെയറിൽ നമ്മൾ കുറച്ച് ചീസ് ഷ്രെഡ് ചെയ്തിടുക, കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ, അതേപോലെ തന്നെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പിസ്സ സീസണിങ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഒരു ഫോയിലും ലിഡും കവർ ചെയ്ത് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ലസാനിയ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടിയിൽ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. 2 കൊല്ലം മുമ്പ് ലസാനിയ ഷീറ്റ് വെച്ച് ലസാനിയ ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു ഞാൻ. സമൂസ ഷീറ്റ് വെച്ചിട്ട് ആദ്യമായിട്ട് ലസാനിയ ഉണ്ടാക്കി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.